നടക്കുന്ന കഥയുടെ പേരാണ് കഴുത. സിംഹം. ഒരു ദിവസം കാട്ടിലൂടെ ഒരു മാൻകുട്ടി തുള്ളിച്ചാടി പാട്ടിലൂടെ വരികയായിരുന്നു. കാട്ടിൽ പച്ചമേടുണ്ടോ, മേട്ടിൽ പച്ചലുണ്ടോ, ചാലിത്തഴുകും തോടുണ്ടോ, കാട്ടിലെ തളിയും നീരുണ്ടോ. അപ്പോൾ അതാ ഒരു നിലവിളി, രക്ഷിക്കണേ രക്ഷിക്കണേ. മാൻകുട്ടി ശ്രദ്ധിച്ചു. അതാ ഒരു സിംഹം വലയിൽ കുടുങ്ങിക്കിടക്കുന്നു. മാൻകുട്ടിയെ കണ്ടതും സിംഹം കിണപേക്ഷിച്ചു. എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ. മാൻകുട്ടി ചോദിച്ചു, ഞാൻ നിന്നെ രക്ഷിക്കാൻ നീ എന്നെ തിന്നുകയില്ലേ? ഇല്ല, ഒരിക്കലുമില്ല, സഹായിക്കുന്നവരെ ഉപദ്രവിക്കില്ല. സിംഹത്തിന്റെ വാക്ക് വിശ്വസിച്ചതും മാൻകുട്ടി വല കടിച്ചു മാറ്റി സിംഹത്തെ വലയിൽ നിന്നും രക്ഷിച്ചു. വലയിൽ നിന്നും രക്ഷപ്പെട്ട സിംഹം പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, ഞാൻ നിന്നെ തിന്നും. മാൻകുട്ടി പേടിച്ചു വിറച്ചു. താങ്കൾ ചെയ്യുന്നത് ഒരിക്കലും നീതിയല്ല. അവർ തമ്മിൽ തർക്കമായി. എന്നാൽ ശരി, നമുക്ക് മൂന്നാമത്തെ ഒരാളോട് ചോദിക്കാം. അപ്പോൾ അതുവഴി ഒരു കഴുതക്കുട്ടൻ വന്നു. അപ്പോൾ സിംഹം മനസ്സിൽ പറഞ്ഞു, ഈ മണ്ടനായ കഴുതയോട് ചോദിക്കാം. മാനിനെ തിന്നാൻ അനുവദിച്ചാൽ കഴുതയെ വെറുതെ വിടാം, അല്ലെങ്കിൽ മാനിനെ വെറുതെ വിട്ടിട്ട് മണ്ടനായ കഴുതയെ തിന്നും. എന്തായാലും ഇന്നത്തെ ശാപ്പാട് കുശാൽ. അങ്ങനെ സിംഹം കഴുതയോട് കാര്യങ്ങൾ പറഞ്ഞു. കഴുത ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾ വലയിൽ കുടുങ്ങിയത്? ഒന്ന് കാണിച്ചു തരൂ. ഓ, ഈ മണ്ടൻ ഇത് കാണിച്ചു കൊടുക്കണമല്ലേ, മനസ്സിലാക്കും. അങ്ങനെ സിംഹം വീണ്ടും വലയ്ക്കകത്ത് ചാടി. കഴുത സിംഹം വലയിൽ നിന്നും രക്ഷപ്പെടാത്ത വിധം വല കടിച്ചു മുറുക്കി. അങ്ങനെ ദുഷ്ടനായ സിംഹം വീണ്ടും വലയ്ക്കകത്തായി. സുഹൃത്തുക്കളെ, 3 ഗുണപാഠങ്ങളാണ് ഇതിലുള്ളത്. 1. രക്ഷിച്ചവരെ ഉപദ്രവിക്കരുത്. 2. അർഹതയില്ലാത്തവരെ ഉപകാരം ചെയ്യരുത്. 3. ആരെയും വില കുറച്ച് കാണരുത്. എൻ്റെ ഈ സിംഹം കഴുതയും എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു.